വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു എഗ് റോസ്റ്റിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് നൽകുന്നത് ഇതിൽ ചേർത്തിട്ടുള്ള മസാലകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. സമയം വൈകിക്കേണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 6 മുട്ട നല്ല പോലെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പച്ചക്കറിയിലേക്ക് പോകുമ്പോൾ കറിവേപ്പില കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്രയും ചെറിയ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള വെളുത്തുള്ളി ചൈനീസ് വെളുത്തുള്ളിയാണ്, അതുകൊണ്ടിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്. അതുപോലെ ഇഞ്ചിയും ഞാൻ കുറച്ചധികം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മെയിനായിട്ട് വേണ്ട വേറൊരു കാര്യം നിങ്ങൾക്ക് എന്തായാലും അറിയാം, റോസ്റ്റ് ആയതുകൊണ്ടിട്ട് അത് സവാള തന്നെയാണ്. സവാള ഒരു 3 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് ഇതേപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വയ്ക്കുവാണെങ്കിലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റോസ്റ്റിൽ കുറച്ച് ഈ ഒരു മസാലയും ഒരു നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സവാളയും കൂടി വരുമ്പോഴാണ് ടേസ്റ്റ്. ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം കാണുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ വഴറ്റി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിം ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ മസാലയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റായി കിട്ടില്ല. പെട്ടെന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ മീഡിയം ഫ്ലെയിമിലിടുമ്പോൾ നന്നായിട്ടങ്ങ് വഴഞ്ഞു കിട്ടും. ഈ ഒരു സവാള പാകിസ്ഥാനി സവാള ആയതുകൊണ്ടിട്ട് തന്നെ എത്ര വഴറ്റിയാലും ഒരു ചെറിയ വയലറ്റ് കളർ ഉണ്ടാവും. ഇന്ത്യൻ സവാള ആയിരുന്നെങ്കിൽ നല്ലപോലെ തന്നെ മൊരിഞ്ഞു വന്നേനെ. അപ്പോൾ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലാണ് നല്ല കളർ ഉണ്ടാവുള്ളൂ. അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ചായിട്ട് ചേർക്കുകയും വേണം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്തു. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. മീറ്റ് മസാല എന്തായാലും ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും അധികം ആവണ്ട. പിന്നെ ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചത്, അത് പഞ്ചസാരയായിട്ട് പൊടിച്ചു വച്ചേക്കുന്നതാണ്. ഒരു ചെറിയ മധുരം നല്ലതാണ് എരിവുള്ളപ്പം. പിന്നെ കുറച്ച് കറുവപ്പട്ട പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എരിവിന് കുറച്ചുകൂടി റോസ്റ്റ് അല്ലേ, അതുകൊണ്ടിട്ട് തന്നെ കുരുമുളക് പൊടിച്ചതും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസിനൊക്കെ കുറച്ച് ഉലുവ വരുന്നത് അടിപൊളി ടേസ്റ്റാണ്, അതുകൊണ്ട് ഒരു പിഞ്ച് ചേർത്തു. എല്ലാം അതിൻ്റേതായ അളവിൽ കുറഞ്ഞ അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഒരു സ്പൈസിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടി ചേർക്കുന്നത്. എന്നിട്ട് പൊടിയെല്ലാം മിക്സ് ആയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് 2 മിനിറ്റ് പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കും. നന്നായിട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഈ തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. നല്ലപോലെ വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കണം. അപ്പോൾ ആ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മുട്ടയിൽ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്ന് മാറുകയും ചെയ്യും. നല്ലൊരു കളറ് മുട്ടയ്ക്ക് കിട്ടും. പിന്നെ മുട്ട പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവേയില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് ചൂടായ ശേഷം മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മിനിറ്റ് വച്ചാൽ മതി കേട്ടോ. കൂടുതൽ ഇളക്കുവാണെങ്കിൽ മുട്ടയുടെ ആ വെള്ള ഭാഗം നന്നായിട്ട് ഹാർഡായി പോകും. അത് വേണ്ട, ജസ്റ്റ് ഒന്ന് കോട്ടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റിൽ മുട്ടയും കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു മിക്സ് നല്ല പോലെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുക്കുക. വെള്ളമയം ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം മുട്ടയിലേക്കൊക്കെ നല്ലപോലെ മസാല പിടിക്കണമല്ലോ. അതുകൊണ്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി കളറുള്ള മസാലയാണല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് കൊണ്ടിട്ട് തന്നെയാണ് ഇത്രയും ഒരു നല്ലൊരു കളർ കിട്ടുന്നത്. അതുപോലെ എല്ലാ മസാലയും കറക്റ്റ് അളവിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അതുപോലെ ഏലക്കയും പട്ടയും ഒന്നും പൊടിയില്ലെങ്കിൽ അതുപോലെ ഓളായിട്ടുള്ള മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഇത് എടുത്താൽ മതി. അടിപൊളി
എഗ് റോസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റുകളാണ്. ഒത്തിരി എരിവില്ല, എന്നാൽ ആവശ്യത്തിന് എരിവുമുണ്ട്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റുമാണ്. അതുപോലെ എല്ലാ മസാലയും വരുന്നുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളി തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അടുത്ത വീഡിയോയുമായി നാളെ 5 മണിക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.